ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സയൻസ് ഫിക്ഷൻ, ആക്ഷൻ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഡെയ്ൻ ജോൺസും അതുപോലെ തന്നെ ക്രിസ് ഇവാൻസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നമ്മുടെ റോക്കും ക്രിസ് ഇവാൻസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രിസ്മസ് മൂവിയാണ്. ക്രിസ്മസ് ഒക്കെ അല്ല വരാൻ പോകുന്നത്. നമുക്ക് ക്രിസ്മസ് ആ ഒരു സെറ്റപ്പിൽ ഇറക്കിയ ഒരു സിനിമയാണ് റെഡ് ബൺ എന്ന് പറഞ്ഞ സിനിമ. നല്ല ക്വാളിറ്റി ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ സിനിമയുടെ ഒരു പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സാന്താക്ലോസിനെ കുറച്ച് പേർ ചേർത്ത് തട്ടിക്കൊണ്ടുപോവാണ്. സാന്താക്ലോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതൊരു ഫാന്റസിയാണ്. പിന്നെ എൻ്റെ മക്കള് പറഞ്ഞാൽ എൻ്റെ മോനും മറ്റുള്ള മോൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇവിടെ സാന്താക്ലോസ് വരുമോ, നമുക്ക് ഗിഫ്റ്റ് തരുമോ എന്നുള്ളത് ഞാൻ ചോദിക്കും. അപ്പോൾ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം ഇവിടെ നിന്ന് സാന്താക്ലോസ് വരില്ല, അതൊക്കെ അമേരിക്കയിലൊക്കെ വരുള്ളൂ സാന്താക്ലോസ് ഒക്കെ. അവർ ഈ സിനിമകളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടിട്ട് പറയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു സാന്താക്ലോസ് എന്ന സംഭവം ഒരു ഫാന്റസിയാണ്. അപ്പോൾ ആ ഒരു ഫാന്റസി ആണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ആ സാന്താക്ലോസിനെ, അതായത് ക്രിസ്മസ് രാത്രി കുട്ടികൾക്ക് എന്താ പറയുക ഗിഫ്റ്റ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഗിഫ്റ്റുകൾ കൊണ്ടുവെക്കുന്ന സാന്താക്ലോസ്, ആ ഒരു വിശ്വാസമാണ്. അപ്പം അന്ന് നമ്മുടെ സാന്താക്ലോസിനെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടുപോവാണ്. അത് ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അപ്പോൾ ഇതിൻ്റെ പിന്നെ സാന്താക്ലോസിൻ്റെ അതായത് സെക്യൂരിറ്റി ഉണ്ടാവും, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതൊക്കെ നല്ല സെറ്റിങ്സ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവരൊക്കെ മറികടന്നുകൊണ്ടായിരിക്കും പിന്നെ സാന്താക്ലോസിനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ റോക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്. റോക്കും കൂട്ടരും ചേർന്നിട്ട് പിന്നെ സാന്താക്ലോസിനെ കണ്ടുപിടിക്കാൻ സാധിച്ചോ, പിന്നെ ഈ ക്രിസ്മസ് രാത്രി എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാൻ സാധിച്ചോ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. വളരെ ഭയങ്കരമായിട്ട് എന്താ പറയാ, അവരുടെ സാന്താക്ലോസിന്റെ ആ ഒരു ലോകം, അതൊരു വേറെ ലോകം തന്നെയാണ്. ആ ഒരു ലോകം കാണിക്കുന്നതും അതുകൂടാതെ മനുഷ്യന്മാരായിട്ടുള്ള ബന്ധം കാണിക്കുന്നതും അതൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സിനിമ എന്നുള്ളത്. ഭയങ്കര ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ചെയ്തൊരു സംഭവമാണ്. നല്ല ആക്ഷൻ രംഗങ്ങൾ ഉണ്ടായിരുന്നു. പെർഫോമൻസുകളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ രംഗങ്ങളൊക്കെ കണക്ട് ആവുന്ന രീതിയിലുള്ള ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും CGI വർക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനും മകനും കൂടിയാണ് കണ്ടത്. മകന് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമ. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഈ ഒരു ക്രിസ്മസ് സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് റെഡ് ബൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്നുള്ളത്. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. കണ്ടുപോകുക. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ മകനൊക്കെ ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ, ക്രിസ്മസിന് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ. അതാണ് ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ സൈഡുകളൊക്കെ സൂപ്പറായിട്ട് നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ക്യാമറ കാഴ്ചകളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടുപോക്കുക. ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. കുറെ ദിവസമായി കണ്ടിട്ട് ഇങ്ങനെ കുറേ സിനിമകൾ ക്യൂവിലാണ്. കുറേ സിനിമകൾ കണ്ടിങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അടുത്തടുത്ത ദിവസങ്ങളിൽ ഓരോ ഇതുപോലുള്ള സിനിമകളൊക്കെ ഇങ്ങനെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്തുന്നതാണ്. അപ്പോൾ അടുത്തടുത്ത സിനിമകൾ, അതായത് എന്താണ് സംഭവിച്ചാൽ ഇന്നിപ്പോൾ 2 സിനിമകൾ റിലീസ് ചെയ്യും. അതിൽ 2 സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ റിവ്യൂ ചെയ്യുന്നത് കുറഞ്ഞു, സിനിമ കാണുന്നത് കൂടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം 2-3 സിനിമകളൊക്കെ റിവ്യൂ ചെയ്താൽ പലർക്കും മടുക്കും. കാഴ്ചക്കാരും വേണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ദിവസം ഒരു റിവ്യൂ അല്ലെങ്കിൽ 2 റിവ്യൂ ആക്കാൻ ശ്രമിക്കാം. ഇന്നലെ 2 റിവ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ. അങ്ങനെ കുറെ സിനിമകൾ പെൻഡിങ് ആണ്, അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. റിവ്യൂ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ ആയിട്ട് എത്തിക്കുന്നതാണ്. സിനിമ ചിലപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി കൂടിയാണ്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും